ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 15 പുരുഷോത്തമയോഗം. ശ്ലോകം 1. ശ്രീ ഭഗവാനുവാച: ഊർധ്വമൂലമധഃശാഖമശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസി യസ്യ പർണാനി യസ്തം വേദ സ വേദവേദ്. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു: വേരുകൾ മേൽപോട്ടും ശാഖകൾ കീഴ്പോട്ടുമായിട്ട് അക്ഷയമായൊരു അശ്വത്ഥമുണ്ട്. അതിൻ്റെ ഇലകളാണ് വേദമന്ത്രങ്ങൾ. ഈ വൃക്ഷമെന്തെന്ന് അറിയുന്നവനത്രേ വേദജ്ഞൻ. ഭാവാർത്ഥം: ഭക്തിയോഗത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി പ്രതിപാദിച്ചത് കേട്ട ഒരാൾ അപ്പോൾ വേദങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചേക്കാം. വേദപഠനത്തിൻ്റെ ഉദ്ദേശം കൃഷ്ണനെപ്പറ്റി അറിയുകയാണെന്ന് ഈ അധ്യായത്തിൽ പ്രസ്താവിക്കുന്നു. കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരാൾ വേദജ്ഞനാകും. ഭൗതിക ബന്ധങ്ങളെയാണിവിടെ അരയാൽ വൃക്ഷത്തോട് ഉപമിച്ചിരിക്കുന്നത്. ഫലോദിഷ്ട കർമ്മങ്ങളിൽ ഏർപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ വൃക്ഷത്തിന് നാശമില്ല. ഒരു ശാഖയിൽ നിന്ന് മറ്റൊന്നിലേക്കായി അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഈ ഭൗതിക ലോകമാകുന്ന വൃക്ഷത്തിന് അതിരില്ല. ഇതിൽ ആസക്തരായവർക്ക് മോചനവുമില്ല. ആത്മോന്നതിയെ ലക്ഷ്യമാക്കുന്ന വേദസൂക്തങ്ങൾ ഇതിൻ്റെ ഇലകളെന്ന് പറയപ്പെടുന്നു. ബ്രഹ്മാവിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ വേരുകൾ മുകളിലേക്കാണെന്ന് പറയുന്നു. വിശ്വത്തിലെ അത്യുന്നത ഗ്രഹമാണല്ലോ ബ്രഹ്മലോകം. അനശ്വരമെന്ന് പറയപ്പെടുന്ന ഈ മായാവൃക്ഷത്തെ അറിയാൻ കഴിഞ്ഞാൽ മനുഷ്യന് അതിൽ നിന്ന് മുക്തനാവാം. ഈ മോചനത്തിൻ്റെ പ്രക്രിയ എങ്ങനെയെന്ന് നോക്കാം. ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പല വഴികളുണ്ടെന്ന് മുൻ അധ്യായങ്ങളിൽ പറഞ്ഞുവല്ലോ. ഭഗവത് ഭക്തി സേവനമാണ് അവയിൽ അത്യുത്തമമെന്ന് 13-ാം അധ്യായം സ്പഷ്ടമാക്കുകയും ചെയ്യുന്നു. ഭൗതിക പ്രവർത്തനങ്ങളിൽ വിരക്തിയും ആധ്യാത്മികമായ ഭഗവത് സേവനത്തിൽ ആസക്തിയുമാണ് ഈ ഭക്തിയുത സേവന പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഭൗതിക ലോകത്തോടുള്ള ആകർഷണത്തെ ഒഴിവാക്കുന്നതെങ്ങനെയെന്ന് ഇവിടെ ആദ്യമായി തന്നെ വിവരിക്കുന്നു. ഭൗതിക അസ്തിത്വത്തിൻ്റെ വേര് മേൽപോട്ട് വളരുന്നു എന്നതുകൊണ്ട് സൃഷ്ടിയിലെ അത്യുന്നത തലത്തിൽ നിന്ന് സമഗ്ര ഭൗതിക സത്തയിൽ നിന്നാണതിൻ്റെ ആരംഭം എന്ന് സാരം. അവിടെ നിന്ന് അനേകം ഗ്രഹവ്യൂഹങ്ങളാകുന്ന ശാഖോപശാഖകളോടെ അത് വളർന്ന് വികസിക്കുന്നു. ധർമാർത്ഥ കാമമോക്ഷങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ജീവസത്തകൾ ചെയ്തു പോരുന്ന കർമ്മങ്ങളുടെ പ്രതികരണങ്ങൾ തന്നെ ഈ വൃക്ഷത്തിൻ്റെ ഫലങ്ങൾ. വേരുകൾ മുകളിലും ശാഖകൾ താഴെയുമായി നിൽക്കുന്ന ഒരു വൃക്ഷത്തെ ഈ ലോകത്തിൽ ആരും കണ്ടിരിക്കുകയില്ല. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞുകൂടാ. ഒരു ജലാശയത്തിനരികിൽ പോയി നോക്കിയാൽ കാണാം, വേരുകൾ മുകളിലും കൊമ്പുകൾ താഴെയുമായിട്ടാണ് വെള്ളത്തിൽ നിഴലിക്കുന്നതെന്ന്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആധ്യാത്മിക ലോകമാകുന്ന വൃക്ഷത്തിൻ്റെ ഒരു പ്രതിഫലനം മാത്രമാണ് ഭൗതിക ലോകമാകുന്ന ഈ വൃക്ഷം. വൃക്ഷഛായ വെള്ളത്തിൽ നിഴലിക്കുന്നത് പോലെ ആധ്യാത്മികമായ ആ വൃക്ഷത്തിൻ്റെ നിഴൽ തൃഷ്ണയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ഭൗതികതയുടെ വെളിച്ചത്തിൽ പ്രതിഫലിച്ചു കാണുന്നവയ്ക്കെല്ലാം തൃഷ്ണ തന്നെ കാരണം. ഭൗതിക ജീവിതത്തിൽ നിന്ന് മോചനം നേടണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഈ വൃക്ഷത്തെ സമഗ്രമായി അപഗ്രഥനം ചെയ്തറിയണം. എന്നാൽ അതിനോടുള്ള ബന്ധം ഛേദിച്ചു കളയാൻ കഴിയും. യഥാർത്ഥ വൃക്ഷത്തിൻ്റെ ഈ പ്രതിച്ഛായയ്ക്ക് അതിനോട് തികച്ചും സാദൃശ്യമുണ്ട്. ഇവിടെയുള്ളതെന്തും ആത്മീയ ലോകത്തിലുമുണ്ട്. വ്യക്തിശൂന്യവാദികൾ ബ്രഹ്മമാണ് ഭൗതിക ലോകത്തിൻ്റെ വേരെന്ന് പറയുന്നു. സാങ്ക്യ സിദ്ധാന്തപ്രകാരം ആ വേരിൽ നിന്നാണ് പ്രകൃതിയും പുരുഷനും ത്രിഗുണങ്ങളും പഞ്ചമഹാഭൂതങ്ങളും 10 ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റും വഴിക്കുവഴിയെ ഉളവായത്. ഇങ്ങനെ അവർ ഈ ലോകത്തെ 24 മൂലകങ്ങളായി വിഭജിച്ചിരിക്കുന്നു. സർവ ആവിഷ്കാരങ്ങളുടെയും മൂലകേന്ദ്രം ബ്രഹ്മമാണെങ്കിൽ ആ കേന്ദ്രത്തിൻ്റെ 180 ഡിഗ്രിയോളം വരുന്ന ആവിഷ്കാരം ആത്മീയ ലോകവും 180 ഡിഗ്രി ഭൗതിക ലോകവുമാവണം. മേൽ കീഴായി മറിഞ്ഞ ഒരു നിഴലാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതുകൊണ്ട് ഇതിലുള്ള വൈവിധ്യമത്രയും ആത്മീയ ലോകത്തിലും ഉണ്ടായിരിക്കും.
അവിടെയുള്ളത് സത്യമാണെന്ന ഭേദമേയുള്ളൂ. ഭഗവാന്റെ ബാഹ്യശക്തിയാണ് പ്രകൃതി, ഭഗവാൻ പുരുഷനും. ഇത് ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ ആവിഷ്കാരം ഭൗതികമായതിനാൽ നൈമിഷികമാണ്. ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ അദൃശ്യവുമായ ഈ പ്രതിഫലനം ക്ഷണികമാണ്. പക്ഷേ ഈ പ്രതിഫലനത്തിനു കാരണമായ ഉറവിടമെന്തോ അത് ശാശ്വതമാണ്. യഥാർത്ഥ വൃക്ഷത്തിൻ്റെ ഭൗതിക പ്രതിബിംബത്തെ മുറിച്ചു നീക്കേണ്ടതുണ്ട്. ഒരാൾ വേദജ്ഞനാണെന്ന് പറഞ്ഞാൽ ഭൗതിക പ്രപഞ്ചത്തോടുള്ള ആസക്തിയെ അറുത്തു നീക്കേണ്ട വിധം അറിയുന്നയാൾ എന്നർത്ഥം. ഈ പ്രക്രിയ എന്തെന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ വേദജ്ഞനാണ്. മറിച്ച് വേദോക്തങ്ങളായ യജ്ഞാതിക്രിയകളാൽ ആകൃഷ്ടനായവന് വൃക്ഷത്തിൻ്റെ അഴകുള്ള പച്ചിലകളിലാണ് ഭ്രമം. അയാൾ വേദങ്ങളുടെ ശരിയായ ഉദ്ദേശമെന്തെന്ന് ഗ്രഹിച്ചിട്ടില്ല. ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ഛായാവൃക്ഷത്തെ മുറിച്ചു കളഞ്ഞ് ആത്മീയ ലോകത്തിലെ യഥാർത്ഥ വൃക്ഷത്തെ കണ്ടെത്തലാണ് വേദങ്ങളുടെ ഉദ്ദേശ്യം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.